മാനത്തെയമ്പിളി മാമനല്ല, താങ്കൾ മണ്ണിലിറങ്ങിയ ദേവനല്ല. മലയാളി തന്നൊരു കാരുണ്യ വോട്ടിനാൽ മന്ത്രിപ്പണി ചെയ്യും ദാസനാണേ. മുഖമൊന്നുയർത്തി ജനത്തിനെ നോക്കി പുഞ്ചിരി തൂകാൻ കഴിയാത്ത നിങ്ങൾ, മുഖ്യനായി വന്നതും മുന്നിലായി നിന്നതും മലയാള നാടിന്റെ കഷ്ടകാലം. ഗമിക്കുന്ന വീതിയിൽ പ്രജകൾ ധരിക്കും കറുത്ത വസ്ത്രങ്ങളെ പേടിയാണോ? പ്രതിഷേധമെന്നൊരു വാക്കുകേട്ടാൽ തന്നെ പ്രേത പിശാച് പിടിച്ച പോലെ. പ്രജകൾക്കിടയിലും പ്രാണഭയത്തിനാൽ അതിതീവ്രമായ സുരക്ഷ കൂട്ടും. പ്രസംഗപീഠത്തിലെ മൈക്കിന്റെ പേരിലും പേടികൊണ്ടാണേലും കേസെടുക്കും. ജനത്തിന്റെ വേദന കണ്ടിടുവാൻ, അനുഭാവപൂർവം കേട്ടിടുവാൻ, പൊങ്ങച്ച സിംഹാസനത്തിനെ വിട്ടൊന്ന് മണ്ണിലിറങ്ങി വന്നിടുമോ? ഭരിക്കപ്പെടുന്ന ജനത്തിന് ഭാരമായി തള്ളിന്റെ തമ്പ്രാനായി മാറി നിങ്ങൾ. കള്ളവും പൊള്ളത്തരങ്ങളും കാട്ടി രാജാവ് ചമയുന്ന കോമാളിയായി. എങ്കിലും വാഴ്ത്തുന്ന വായ്ത്താരിയും കൊണ്ട് വിഡ്ഢികളാകും വിദൂഷകരും. സത്യം മറച്ചു പിടിച്ചിട്ട് പൊങ്ങച്ചം മാത്രം പറയും വിദൂഷകരും. സഹികെട്ട പൊതുജനം തെരുവിലിറങ്ങിയാൽ ചുടുചോറു വാരുന്ന വാനരന്മാർ നടത്തുന്ന രക്ഷാപ്രവർത്തനം കൊണ്ടൊന്നുമാവില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. ജനങ്ങൾ വെറുക്കുന്നൊരേകാധിപതിയായി ഇനി എത്ര നാള് കഴിച്ചുകൂട്ടും? ജനരോക്ഷമാകുന്ന പ്രതിഷേധ ജ്വാലയിൽ കത്തുന്ന നാള് വിദൂരമല്ല. പ്രജതന്റെ ക്ഷേമത്തിനായുള്ള മാർഗങ്ങളെല്ലാം തകർത്തു കളഞ്ഞവനായി പലവിധ ആക്ഷനും പലജാതി തള്ളുമായി ഇനിയും തുടരാൻ കഴിയുകില്ല.